വെറുതോ സംഗതി ദൈവം സഹായിച്ചു വലിയ അല്ലലും അലട്ടലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. അല്ല, ഇടയ്ക്ക് പട്ടിണി, ദാരിദ്ര്യവും പകർച്ചവ്യാധികളൊക്കെ വരണം. അല്ലടാ ശവി, കരുനാക്കെടുത്ത് ഓരോന്ന് പ്രയോഗിക്കലടാ. സത്യത്തില് പ്രാഞ്ചേട്ടൻ എന്തുട്ടാ ഉദ്ദേശിച്ചേ? എടാ അന്നു നേരം വെളുക്കണോ വൈകുന്നേരം ആവണോ, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയോന്ന്. വേണ്ട, ആദ്യം വൈകുന്നേരം ആവട്ടെ, എന്നിട്ട് നേരം വെളുക്കട്ടെ. അതിന് പക്ഷെ നമ്മൾ കൂട്ടിയാ പാങ്ങണ്ട പ്രാഞ്ചേട്ടാ. നീ ഇങ്ങനെ മൂത്ത് നിറച്ചിട്ടും പറയണ വാക്കിന്റെ യഥാർത്ഥ ധ്വനി മനസ്സിലാവണല്ലോ നിനക്ക്. നിക്കട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഇപ്പൊ പിടികിട്ടി. ഒരു ദിവസം തീരെ നേരം വെളുക്കാണ്ടിരിക്കണം, ഒരു ചേഞ്ചിന്. പണിക്ക് പോണവരൊക്കെ പകച്ച് പണ്ടാറടങ്ങണ, അത്രയല്ലേ ഉള്ളൂ. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, നീ പാവാ, നീ ഒരു ശിശു. പ്രാഞ്ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ എന്നെ സ്നേഹിക്കണോണ്ടാ എനിക്ക് നിങ്ങളെ വിട്ടു പോവാൻ തോന്നാത്തെ. നിങ്ങൾക്കറിയോ വേറെ എത്ര ഓഫറുകൾ എനിക്ക് വരുന്നുണ്ടെന്ന്? എന്തുകൊണ്ടാണ്? സൗഹൃദത്തിന്. ദിവസം ചായ വാങ്ങിത്തരാം, ഫുഡ് വാങ്ങിത്തരാം. അത് മാത്രല്ല, സിനിമയ്ക്ക് വിളിക്കുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് വല്ല ലക്ഷ്യവും കാണൂടാ. ഒരു ലക്ഷ്യമില്ല, പരിശുദ്ധമായ സൗഹൃദം. എന്നാ പൊക്കൂടെ? ഞാനെന്നെ കൊന്നാ പോവില്ല. ദുഷ്യാമിത്രന് നളൻ എങ്ങനെയാണോ, രേവതിക്ക് കമൽഹാസൻ എങ്ങനെയാണോ, അതുപോലെ എനിക്ക് പ്രാഞ്ചേട്ടൻ. നീയേ അങ്ങോട്ട് നീങ്ങിയെന്ന എന്തുട്ടാ പതിവില്ലാത്തൊരു കൊഞ്ചല് നിനക്ക്. വല്ലപ്പോഴല്ലേ ഈ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. വിധി എന്തോ നീ ആദ്യം കഴിച്ചതിന് ഇങ്ങോട്ട് എടുത്തേ, അത് വേണോ? ഇത് വേണോ? കൊണ്ടുപോയി. അല്ല വേണ്ട, എടുത്തോ. ഞാൻ പറഞ്ഞു വരണത്, വെറും ഒരു പ്രാഞ്ചിയും വെറുതെ ഒരു വറുതുമായിട്ട് ഈ കുന്നോളത്ത് ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ മതിയോന്ന്. വേണ്ട, വെടി കൊണ്ട് മരിക്കാം. അതിർത്തിയിലേക്ക് പോയാ പോരെ. നീ തമാശ വിട. നമ്മുടെ കാലശേഷം നമ്മള് ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? നല്ല 2 ഫോട്ടോ ചില്ലിട്ട് വെച്ചാ പോരെ. നിങ്ങളുടെ അപ്പൻ ചിരിച്ചിരിക്കുന്ന പോലത്തെ ഫോട്ടോ. അത് നമ്മുടെ വീട്ടുകാരെല്ലാം കാണൂ, അല്ലെങ്കിൽ അവരെല്ലാം ഓർക്കൊള്ളൂ നമ്മളെ. ഫോട്ടോ എന്തായാലും മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയി തൂക്കിയിടാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ പ്രതിമ സ്ഥാപിക്കാം. പക്ഷെ എന്തൊട്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രതിമ സ്ഥാപിക്കുക? അങ്ങനെ ചോദിക്കും. ഇപ്പോഴാണ് നീ കാര്യത്തിലേക്ക് വന്നത്. പറയാം. ഏതെങ്കിലും തരത്തിൽ പ്രശസ്തി വന്നാലല്ലേ പ്രതിമ സ്ഥാപിക്കുക? അതെ, എളുപ്പം പ്രശസ്തനാവാനായിട്ടൊരു വഴിയുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രതിമ സ്ഥാപിച്ചൊന്നും പറ്റില്ല. എങ്ങനെയത്? പീഡനം. 10 നോവൽ എഴുതിയ ആളാരറിയാ, പക്ഷെ പീഡനം നടത്തിയ ആളെല്ലാവരും അറിയില്ലേ. നമുക്ക് വേണ്ടതേ നല്ല രീതിയിൽ പ്രശസ്തരാവുക. എന്താ, നോവൽ എഴുതാൻ വല്ല പ്ലാനുണ്ടോ? കലാപരമായിട്ട് നമ്മൾ പ്രശസ്തരാവില്ല, അതിന് കർത്താവ് നേരത്തെ തന്നെ തലയിൽ വരയ്ക്കണം. ഞാൻ ഉദ്ദേശിക്കണേ ഈ സാമൂഹിക സേവനമൊക്കെ നടത്തിയിട്ട് എന്നാ ഒരു കിഡ്നി ദാനം ചെയ്യും. ദാനം ചെയ്യുമ്പോൾ അത് വേറൊരു മതത്തിൽപ്പെട്ട ആൾക്കായിരിക്കണം ദാനം ചെയ്യേണ്ടത്. അവരെ കളിയാക്കൊന്നും വേണ്ട. നീ പറയാനെളുപ്പാ, സ്വന്തം ജീവന്റെ കഷ്ണാണ് അങ്ങോട്ട് മുറിച്ചു കൊടുക്കണത്. തമാശ കളിയല്ലത്. നമുക്കിങ്ങനെ പറയാൻ തന്നെ പറ്റൂ. അതിനുള്ള ചങ്കുറപ്പുണ്ടാവണം. വാക്കും പ്രവൃത്തിയൊക്കെ ഒന്നായവരെ വെറുതെ അതൊക്കെ ചെയ്യുള്ളൂ. എന്നാ പിന്നെ കണ്ണ് ദാനം ചെയ്യുന്ന എഴുതി കൊടുത്താലോ? അതൊക്കെ സർവ്വസാധാരണ അല്ലടാ. അങ്ങനെയൊക്കെ എത്ര പേര് കൊടുക്കുന്നുണ്ട്. മാത്രല്ല മരിച്ചിട്ട് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. മനസ്സിലായിണ്ടോ? പ്രാഞ്ചേട്ടൻ പിന്നെ എന്തൊട്ട് ഉദ്ദേശിക്കണേ? ഞാൻ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഇങ്ങനെ ചർച്ച നടത്തും. തലയിലൊന്നും തോന്നല്ല. പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്ന് ചിന്തിക്കാം. ആദ്യം വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ സംഗതികളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക. ചെറിയ ചെറിയ സംഗതി എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോമും നോട്ട് ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്താലോ? അതൊക്കെ എല്ലാവരും ചെയ്യണതല്ലടാ. വാർത്താ പ്രാധാന്യം ഇല്ല അതിൽ. മാത്രമല്ല കീശ കാലിയാവണ ഒരു ഏർപ്പാടത്. അത് ചുരുങ്ങിയിട്ട് ചുളിവിൽ ചെയ്യാനുള്ള വല്ല ഏർപ്പാടുണ്ടോ? ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് വൃദ്ധസാധനം തുടങ്ങാം. നീ പോയായിരുന്നു നടക്കണ വല്ല കാര്യം പറയാണ്ട്. എന്നാലേ നാളെ ആലോചിച്ചിട്ട് പറയാം. അത് മതി, ഒരു തിരക്കൂല. ഈ കാഴ്ചയൊന്നും ഇതുമ്മ കെട്ടി. ഇത് പണയം വെക്കാൻ പോയത് കൈമ കെടുക്കണില്ലേ, പിന്നെ എനിക്ക് തന്നൂടാ. ഒരു സാധനം കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു ഉപകാരത്തിന് വെച്ചാൽ കിട്ടില്ലേ അത്. സുരച്ചേട്ടാ പിടിച്ചോളി, നല്ല പറ. ഇപ്പൊ നല്ല അടിയാണ് ടിക്കറ്റിന്. ഭാഗ്യമാല, ഭാഗ്യമാല, നറുക്കെടുപ്പുകൾ, ഭാഗ്യദേവത, ഭാഗ്യക്കുറി, ഭാഗ്യക്കുറികൾ, ഭാഗ്യക്കുറികൾ. ഇവിടെ വെച്ച കച്ചവടം കുരുവേട്ട. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മളാ ഷാജിത്താന്റെ കെട്ടിയല്ലേ ഉമ്മർക്ക മൂപ്പർക്കാണ് നിന്റെ ടിക്കറ്റിൽ 10,000 അടിച്ചത്. എടാ ദിവസം 200 ടിക്കറ്റ് എടുക്കില്ലേ അവൻ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിന് അടിച്ചോട്രാ.
ആ അതെ, എന്താ കരുതി അങ്ങനെ ടിക്കറ്റ് എടുക്കണോലെ ഭാഗ്യം അടിക്കണുള്ളൂ. ഓ. ആ നിങ്ങള് നിർത്തി നോക്കിന്ന്. വേണ്ട അടിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നല്ലാണ്ടേ കേരള ലോട്ടറി ഇന്ന് എന്റെ മുമ്പിൽ അടിക്കില്ലടാ. വേറെ ആർക്കെങ്കിലും കൊടുക്ക്, വേറെ ആർക്കെങ്കിലും കൊടുക്ക്. അല്ല കുരുവേട്ട, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മളെ പ്രാഞ്ചേട്ടന്റെ ഒരു വെപ്രാളത്തിന്റെ കാര്യം? വെപ്രാളോ? എന്തുട്ട് ആ വെപ്രാളം? മൂപ്പർക്കേ ഒന്ന് ഫേമസ് ആകണമെന്ന്, നാടാകെ ഒന്ന് അറിയണമെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞവൻ? എന്നോട് പറഞ്ഞില്ല, വറുദൂനോട് പറഞ്ഞു. വറുദു എന്റെ അടുത്ത് വന്നിന് ഒരു ഐഡിയ ചോദിക്കാ. ഞാൻ നല്ലൊരു ഐഡിയ ഉണ്ട് പറഞ്ഞു കൊടുത്തു. എന്തുട്ട് ഐഡിയ? അതൊക്കെ ഉണ്ട് കുരുവേട്ട. പിന്നെ പ്രാഞ്ചേട്ട നിങ്ങള് വിചാരിക്കണ മാറ്റൊരു പടപ്പൊന്നല്ലട്ടാ. മൂപ്പര തലയില് പടച്ചോ എന്തോ ഒരു വര വരച്ചിണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തയൊക്കെ തോന്നും മൂപ്പർക്ക്. അവനല്ലെങ്കിൽ ചെറുപ്പം മുതലേ അങ്ങനെയാടാ. സാധാരണ കുട്ടികളെ പോലെ ഒന്നല്ല. കുട്ടികളൊക്കെ ഗ്രൗണ്ടിലെ കളിച്ചോണ്ടിരിക്കുമ്പോ ഇവ ഒറ്റയ്ക്കൊരു മരത്തിന്റെ ചോട്ട് പോയിരുന്ന് ഇങ്ങനെ ചിന്തിക്കും. ഞാന് ചെറുപ്പത്തിൽ ഇങ്ങനെ മരത്തിന്റെ ഉള്ളിൽ കുത്തി സ്കൂളിൽ പഠിച്ചിന്. മൂപ്പർക്ക് ബോധക്ഷയം ഉണ്ടാവും ചെയ്ത്. ഞാൻ ആ സ്കൂളിൽ പഠിച്ച പോത്തെ ബോധക്ഷയല്ല, ബോധോദയം. ആ അങ്ങനെ ഒരു സൂക്കടുണ്ടായി. സൂക്കടല്ലടേ. അന്നത്തെ കാലത്ത് അത് സൂക്കടല്ല ഉരുവേട്ട. ഇന്ന് അങ്ങനെയാണോ? അതൊക്കെ വിട്. എന്നിട്ട് എന്തുട്ട് സൂത്രം നീ പറഞ്ഞു കൊടുത്ത്? അതോ, പ്രശസ്തനാവാൻ വേണ്ടിട്ട് നമ്മൾ 1 മുതൽ തുടങ്ങണം. പതുക്കെ പതുക്കെയാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നത്. ചില ആൾക്കാര് കണ്ടില്ലേ സിംഹത്തിന്റെ കൂടെ ഇങ്ങനെ ഫോട്ടം പിടിച്ച് വെക്കണേ. ഓരെ കുറിച്ചിട്ട് മനുഷ്യന്മാരെന്താ കരുതാ? എടാ അവരൊക്കെ ആരെങ്കിലും ഫേമസ് ആന്ന് പറയോ? അങ്ങനെ നെകളിക്കണവരുണ്ടല്ലോ. നമ്മളെ മലയാളികൾ വെച്ചു ഉറപ്പിക്കൂല, നിലം തൊടിയിക്കൂല. അല്ല കുരുവേട്ട, നിങ്ങക്ക് ഫേമസ് ആകണ്ടേന്ന്? എന്തുട്ട് ഫേമസ്ടാ? ഞാൻ അന്ന് ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഫേമസ് ആവുക പറയണത് പടച്ചമ്പരം വിചാരിക്കണം. അതാ പടച്ചമ്പ വിചാരിച്ചാണ് കൂട്ടിക്കാളി. ആ പടച്ചമ്പരാനാണ് പറഞ്ഞത് മോനെ കുരുവിയെ ഒരു ടിക്കറ്റ് എടുത്തോന്ന്. എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞെടുത്തോ. എന്നാ പിന്നെ സെയിം ആക്ക. അതാകുമ്പോ ഒന്നായിട്ടുണ്ട്. എന്തിനാണ് സെയിം? ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താ മതി, ഒരെണ്ണം തന്നാ മതി. പിന്നെ ഒന്നെടുത്തോളി കുരുവേട്ട. ഇതെല്ലാം പറഞ്ഞാണ്. പിന്നെ എണ്ണ വെക്കാണ് കയ്യിൽ വെച്ചോളി. എവിടെയാണ് നീയേ? എന്തൊരു വക നീ അത് കുക്കറിലിട്ട് വേവിക്കണ്ട. എല്ലാം പെട്ടെന്നായാലേ പോക്കും പെട്ടെന്നാവും. സാധാരണ അടുപ്പിലിട്ട് വിറകും കത്തിച്ചുണ്ടാക്കണതിന്റെ സ്വാദ് ഏത് കുക്കറിൽ വെച്ചാലും കിട്ടുക. അതൊക്കെ ശരിയാണ്. പക്ഷേ മിക്സി കുക്കറൊക്കെ വന്നേ പിന്നെ ഉണ്ടല്ലോ ഗ്യാസിന്റെ ഉപയോഗം കൂടി. മുട്ടുകാല് കടച്ചല്, തണ്ടില് കഴുപ്പ്, അമിതവണ്ണം, നടക്കാൻ പറ്റാതെ ഈ ഗുണയപ്പൻ താറാവുകൾ, ചക്കിപ്പോത്തുകളെ പോലെ പെണ്ണുങ്ങളിങ്ങനെ നടക്ക. മര്യാദക്ക് തുണി കല്ലുമ്മ അലക്കി നോക്കണേ. അയ്യടാ ഭയങ്കര കണ്ടുപിടുത്തായിപ്പോയി. ഞങ്ങൾ ഇപ്പോഴും തുണി കല്ലുമ്മ തന്നെയായിട്ട് അലക്കണേ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ നിലത്ത് നിൽക്കണേ. അമ്മീമ അരക്കല് നിർത്തി, ഒരലിൽ അരി കുത്തല് നിർത്തി. പിന്നെ എന്തായി ഒക്കെ ഇങ്ങനെ വീർത്ത് തടിച്ച കുണയപ്പൻ താറാവിന്റെ പോലെ ഇങ്ങനെ നടക്ക. എന്നൊരു കാര്യം ജയളേപ്പന് അമ്മിമ്മ കുത്താൻ വേണ്ടി കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊടുത്താ ആര് വരും ഇപ്പൊ? പണ്ടൊക്കെ ഈ 70-ാം വയസ്സിലേ പെണ്ണുങ്ങളൊക്കെ റബ്ബറും പാല് കുടിച്ച മാതിരിയാ നടന്നിരുന്നേ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാ. എന്റെ പൊന്നെളേപ്പ വെറുതെ ബഹളം കൂട്ടണ്ട. ഇളയപ്പം പറഞ്ഞതൊക്കെ ശരിയാ. അല്ലടി അവളെവിടെ? അപ്പൊ അതറിഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്ക്, പ്രാഞ്ചി പ്രശസ്തനാവാൻ പോവല്ലേ. അതുകൊണ്ട് മൺകുട മേടിക്കാൻ വേണ്ടി പോയേക്കാ. പ്രശസ്തനാവാൻ മൺകുട? ഏളേപ്പാ, പ്രശസ്തിയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി നമ്മുടെ സ്വന്തം വീടിന്റെ മുൻപിൽ, അതായത് വഴിയുടെ അവിടെ ഒരു മൺകുടത്തിന് വെള്ളം വെക്കുക. എന്നിട്ട് അത് വഴിയാത്രക്കാർക്ക്, ദാഹിച്ചു വരുന്ന വഴിയാത്രക്കാർക്ക് കൊടുക്കുക. അങ്ങനെയാണ് പ്രശസ്തനാവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പണ്ടും പഴയ ആളുകൾ ചെയ്തിരുന്നതാ. അതാണ്. ഇതൊക്കെ നട്ടപ്പറ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാ. ഏളേപ്പാ, ഇപ്പൊ മഴക്കാലാണ്, സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴത്തെ മഴയുടെ കാര്യം നമുക്ക് അങ്ങനെ എപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദാഹിച്ചു വരുന്നവർക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലടി, ഈ മൺകുടം കൊണ്ട് എങ്ങനെയാ അവൻ പ്രശസ്തനാവണേ? ഇളയപ്പ മൺകുടം മേടിക്കുമ്പോ അതൊരു വാർത്തയാക്കും. അത് കഴിഞ്ഞ അതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോ പിന്നെ വാർത്തയാക്കുക. അങ്ങനെ ഓരോ ഘട്ടവും വാർത്തയാക്കി വാർത്തയാക്കി വാർത്തയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അങ്ങനെയാ. എന്തെങ്കിലുമൊക്കെ ചെയ്യേ, ഓരോ പ്രാന്ത്, അല്ലാണ്ട് എന്താ പറയാ. അല്ലടി, ചിക്കന്റെ ചൂരൊന്നും വരുന്നില്ലല്ലോ. ചിക്കന്റെ ചൂര് വരാറായിട്ടില്ല. അടുപ്പിൽ തീ കത്തിയാലല്ലേ വരുള്ളൂ. നനഞ്ഞ വിറകാന്ന് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം പറഞ്ഞത്. എടി ആലീസേ, നീ ഒരു കാര്യം ചെയ്യും. നീ ആ തൽക്കാലം ആ സാധനം അടുപ്പിൽ നിന്ന് എടുത്തിട്ടേ ആ കുക്കറിലിട്ടിട്ട് ആ ഗ്യാസ് വെച്ചേ.
വേണ്ട, കുക്കർ കൊള്ളൂല, ടേസ്റ്റ് ഉണ്ടാവൂല. ഇങ്ങനെ കഴിച്ചാ മതി കേട്ടാ. മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ആഹാ. അതാ ഞാൻ ഈ പറയുന്നേ, മനുഷ്യൻ എന്തോരം ക്ഷമിച്ചിരിക്കുക. നീ ഒന്ന് വേഗാക്കിയാ വേശന്നിട്ട് കണ്ണുകൊണ്ടുകൂടെ കണ്ണു കാണണ്ട. എടിയാണ് എപ്പനല്ലടി പറയുന്നേ. എന്നാ ഇനി ആവശ്യമില്ലാത്ത വർത്താനം പറയോ? ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലേ. കുക്കർ എങ്ങനെയുണ്ട്, നല്ലതാണോ? ആൽറെഡി അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാന്നല്ലാണ്ട് ഇപ്പൊ മിക്സിയോ? അല്ല അതൊക്കെന്ന് പറയണത്. ഓ എന്റെ പൊന്നോ, നീ ഒന്ന് വേഗം ആവട്ടെ. ഒരു കുണയപ്പം താറാവിന്റെ ഒരു നടത്തും. എന്താ തുറന്നില്ലേ എളപ്പാ? അച്ഛാ അച്ഛാ വന്നോളൂ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ ഈ ഉദ്ഘാടനം എങ്ങനെയാ? അതിന്നൊരു ഗ്ലാസ് വെള്ളം എടുക്കുക, കുടിക്കുക, എന്നിട്ട് ഉദ്ഘാടനം ചെയ്യാം. അതിനു മുമ്പ് അച്ഛൻ 2 വാക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, കാണുമ്പോൾ ഇതൊരു നിസ്സാര സംഗതിയായി തോന്നും. എന്നാൽ നിസ്സാരമല്ല, ആർക്കും ചെയ്യാവുന്ന കാര്യമായിട്ട് തോന്നും. എന്നാൽ അങ്ങനെയുമല്ല. അവിടെയാണ് പ്രാഞ്ചിയുടെ പ്രസക്തി. പ്രശസ്തി 2 വാക്കിനി പ്രാഞ്ചേട്ടനൊന്ന് പറയൂ പ്രാഞ്ചി. നീ പറഞ്ഞു. പറയേ. അങ്ങനെ തുടങ്ങിയ പരിപാടികളൊക്കെ എല്ലാവരും ചെയ്യണമല്ലോ. അപ്പോ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. പച്ചവെള്ളം പാത്രത്തിലാക്കി വെക്കേണ്ടേ? ഇത്തിരി മധുരമുള്ള വെള്ളം എടുത്ത് വെക്കണ പ്രാഞ്ചിയ. രാജ്യത്തുള്ളവരെ മുഴുവൻ പ്രമേഹ രോഗികളാക്കാനുള്ള ഹിഡൻ അജണ്ട ഉണ്ടല്ലോ, അതിവിടെ വല്ല പോകില്ല. അതെ, ആക്ഷേപിക്കാൻ പലരും കാണും. പക്ഷെ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാനേ 1000-ൽ ഒരാളെ കാണൂ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സത്യമോ മലിനമായ ജലാശയം, അതിൽ നിക്കടി, ഇതൊന്ന് കഴിയട്ടെ. അപ്പോ അച്ഛൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഇതൊന്ന് വെള്ളം കുടിക്കാട്ടോ. പിന്നെ ഈ മഴക്കാലത്തല്ലേ പച്ചവെള്ളം കൊടുക്കണത്. പ്രാഞ്ചി അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കൊടുത്തു വിടറാ. കുറെ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ, എന്നാലേ ഇതൊക്കെ ജനങ്ങൾ അറിയൂ. എന്തായാലും ഉദ്ഘാടനം നടത്താം. അല്ല അതൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എന്താ വായോ, നീ പറ അങ്ങോട്ട്. അതേ വെറുതെ അല്ല, അവന് ഈ ഫോട്ടോ എടുത്ത് തന്നെ കാശ് കൊടുക്കും. എത്ര? അടുത്താ ഞാൻ ആവശ്യമുള്ള കൊടുത്തോളാം, ബാക്കി തരാം. ഇത് പിടിക്കാം. ഇത് ശരി. എന്റെ ഈശ്വര, ഇനി എന്തെല്ലാം കാണാവോ? ഈ പരിസരത്താനും നിന്നെ ഇങ്ങനെ കണ്ടുപോയെന്നാലും തണ്ടിൽ ഞാൻ തല്ലി മുറിക്കടാ. ഷാവി, എന്താ നിന്റെ വിചാര? ഇതെന്ന് എന്റെ ബീവറേജാണെന്നാ നിന്റെ വിചാരം? എന്താ അവന്റെ ഇനി മേലാൽ നിന്നെ ഈ ഭാഗത്ത് കണ്ട ചവിട്ടി. നിന്റെ കെട്ടിയോന്റെ അനിയൻ പ്രാഞ്ചില്ലേ, അവനായിട്ട് ഈ തറവാട് വിടക്കാക്കും. പറഞ്ഞേക്കാം. ഉണ്ടിരിക്കണ നായക്ക് ഒരു വിളി കേട്ടൊന്നും നീ കേട്ടിട്ടില്ലേ? അവന് മര്യാദയ്ക്കുള്ളൊരു പണിയെടുത്ത് ജീവിച്ചാൽ പോരെ? അവനല്ലെങ്കിൽ അവിടെ ഒരു ചെക്കൂരിനേര് വെച്ചാൽ പോരെ? എളുപ്പം കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ കെട്ടിയോൻ പ്രാഞ്ചിയില്ലേ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പണികളുണ്ടല്ലോ, അവന് തന്നെ പാരയായിട്ട് വരിക. അവിടെ വെച്ചിരിക്കുന്ന കുടിവെള്ളം ആരാ കുടിക്കണേന്ന് എനിക്കറിയാം. ആ ദാസനും കൂട്ടരും അവരാ ബീവറേജിൽ നിന്ന് കുപ്പി വാങ്ങിയിട്ട് വരിക, കാശ് കൊടുക്കണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കുടിക്കുക. ഇത്തിരി അച്ചാറും കൂടി ആ പ്രാഞ്ചോടെ അവിടെ വെക്കാൻ പറ. അപ്പോൾ വരുന്നവർക്കൊക്കെ ഭംഗിയായിട്ട് കുടിക്കാലോ. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എളേപ്പാ. അതിനൊക്കെ എന്റെ കുരുവേട്ടം കണ്ടുപിടിക്കണം. ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. എന്റെ പ്രാഞ്ചേട്ടൻ ചെയ്തതേ അത്ര വലിയ പാതകമൊന്നുമല്ല അലീസേച്ചി. വഴി അത്രക്കാർക്ക് ഇത്തിരി കുടിവെള്ളം വെച്ചു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും മദ്യപാനികളൊന്നും അല്ലല്ലോ, അല്ലാത്തവരും ഉണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് അല്ലേ, അതിലാരെങ്കിലും മദ്യം ഒഴിച്ച് കുടിച്ചാലേ ആ സ്റ്റീൽ ഗ്ലാസ്സിൽ ആർക്കെങ്കിലും വെള്ളം ഒഴിച്ച് കുടിക്കാൻ പറ്റൂലേ? ചാരായത്തിന്റെ ചൂരടിക്കില്ലേ? അയ്യേ, അതിനെന്താ കുഴപ്പം? അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശില്ലേ, എല്ലാ ദിവസവും ഓരോ പുതിയ ഗ്ലാസ് അങ്ങോട്ട് മേടിച്ചു വെക്കും. അതും അല്ലെങ്കിൽ ഭാര്യയുടെ വെറുതെ ഇരിക്കുവാണല്ലോ, സോപ്പിട്ട് കഴുകി വെച്ചോളൂ. അലീസേച്ചേ മതി കളിയാക്കിയത്. ഇതിനൊക്കെ പ്രാഞ്ചേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ, ഓരോരുത്തരുടെ വാക്കും കേട്ടോനൊക്കെ കാട്ടി കൂട്ടും. ഇതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആദ്യം പ്രാഞ്ചി നന്നാണ്ടേ.
ഇടിയെ വീട്ടിലെ ആണുങ്ങൾ നന്നാവണമെങ്കിലേ പെണ്ണുങ്ങൾ സ്ട്രോങ് ആവണം. ആ നീ പറഞ്ഞതില് ഒരടി അങ്ങടോ ഇങ്ങടോ പോവോ കുരുവി? അതെളേപ്പൻ എനിക്കിട്ട് വെച്ചതല്ലേ എളേപ്പാ? ഡേ ഞാൻ എന്തുകൊണ്ടുണ്ട് ഈ അന്നം മുടക്കണേ? കരിപ്പ് നേരത്തെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആയ് വായ ആലീസ, മാറങ്ങട്. എനിക്ക് ആയ് വായ, നീ വന്നേ. എന്തൊക്കെ ദാസാ നീ ആ ജലനിധിന്ന് വെള്ളം എടുത്തിട്ട് വെള്ളം അടിക്കില്ല. എന്തിട്ട് കാര്യമില്ല ഷാജി. ആരാ പറഞ്ഞവന് വിവരില്ലാന്ന്? ഇവന് നല്ല പഠിപ്പുണ്ട്, പക്ഷെ തല തിരിഞ്ഞു പോയി ഷാവി. അതെ, വെള്ളം വെച്ചിട്ടുള്ളത് പാത്രത്തിൽ വെള്ളം വെച്ച ജനങ്ങളുടെ സൗകര്യാർത്ഥല്ലേ. അപ്പൊ നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട. അതെ, ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. തുടർ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇനി ഓരോ സ്കൂളുകളുടെ മുമ്പിലും വെള്ളം വെക്കും. അതുപോലെ ഞങ്ങൾ പൊതു കക്കൂസുകൾ പണിയും. ബീവറേജിന്റെ അടുത്ത് നിങ്ങളൊരു കുഞ്ഞ പാത്രം വെച്ച് നോക്കിയേ, എത്രമാത്രം ഗുണമുണ്ടാവുന്ന. ഇവിടെ ഇവിടെ മനസ്സിലായ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിമാരൊക്കെ പ്രാർത്ഥിക്കും. മേഴ നീ ആ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഞങ്ങൾ സോപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് വെച്ച് മദ്യപിച്ച് അലമ്പാക്കിയ നീ വിവരം അറിയട്ടോ. അതെ, ആ പ്രാഞ്ചിക്ക് ഷൈൻ ചെയ്യാനുള്ള റോളല്ലേ ഇത്. അവന് ഫേമസ് ആവാൻ ഞാനൊരു സാധനം തന്നല്ലോ. എങ്ങനെ? ഈ പാത്രത്തിൽ വെള്ളം വെച്ചോണ്ടൊന്നും അവൻ ഫേമസ് ആവില്ല. ഞാനൊരു കളി കളിച്ചാലോ? അതെങ്ങനെടാ? എന്തുട്ട് കളി? ആദ്യം പ്രാഞ്ചിയോടെ കുറച്ച് ചില്ലറയും ഒരു ചെറുതും കൊണ്ട് എന്നെ വന്ന് കാണാൻ പറയും. ഇല്ലെങ്കിൽ അവനെ ഞാൻ, നിങ്ങൾക്കറിയാലോ എന്റെ സ്വഭാവം. അതെന്താ നീ പ്രാഞ്ചേട്ടന്റെ മൂക്കിലാണ്ട് വലിച്ചു കയറ്റുമോ? നീ പോടാ. അതെ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാലോ. എന്നോട് കളിക്കണ്ട, എനിക്ക് എന്തേ പറയുള്ളൂ, മനസ്സിലായോ? ശരിയെന്നാ. ഈ കുടിമാർക്ക് ഇതിലൊക്കെ നടക്കാൻ പറ്റുമോ? എന്തുട്ട് ശവണോ കാണിക്കാൻ പോണ്? അവപ്പ എന്താ ചെയ്യാൻ പോണ? ഏറി വന്നാ കുടം പൊട്ടിക്കും. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പോണില്ല. കോട്ടം പൊട്ടിക്കുകയാണെങ്കിലേ അത് വാർത്തയാവും. അത് പ്രാഞ്ചിയാണ്ട് ഗുണം ചെയ്യും. പൊട്ടിച്ചോട്ടെ, അതൊരു ഐഡിയ. ചേട്ടാ നിർത്ത് നിർത്ത് നിർത്ത്. ഇതൊന്നേ വായോ, എന്തുട്രാ? ആകെ പ്രശ്നമില്ല പ്രാഞ്ചേട്ടാ. എന്തേ? അതാ ഒരു പണി ഒപ്പിച്ചേ. ഏ പോലീസ് പൊക്കണേക്കട്ടെ മുമ്പ് പ്രാഞ്ചേട്ട് മുങ്ങിക്കോ. നീ കാര്യം തുട്ടാ പറയും. പാസം ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് ആശുപത്രിയിലായി. അതിന് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ച കുടത്തിലെ വെള്ളം കുടിച്ചാണ് കാരണം എന്ന് അവൻ പറഞ്ഞ. അത് വേണാ സംഗതി നോണേന്ന് നമുക്കറിയാം, പക്ഷെ അവനെന്തുട്ടാ എന്നോട് ഇത്ര വൈരാഗ്യം? നമ്മുടെ ജലനിധി അവൻ വെള്ളം എടുത്തിട്ട് ജലനിധിയുടെ തന്നെ ക്ലാസ്സിൽ വെച്ച് മദ്യപിക്കുന്നതിനെതിരെ ഞാനും ഭാസ്കരനും ചെന്ന് അവനെ മരട്ടിണ്ടായിരുന്നു. അപ്പൊ അവൻ പ്രാഞ്ചേട്ടന് ഒരു പണി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാശായിട്ട് പ്രാഞ്ചേട്ട അവനെ ചെന്ന് കാണാനും പറഞ്ഞിരുന്നു. അവന്റെ വാക്കല്ലേന്ന് കരുതി ഞങ്ങള് കാര്യാക്കില്ല. എടാ, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരെങ്കിലും വിശ്വസിക്കോ? അവൻ അസുഖം വന്നത് വേറെ എന്തെങ്കിലും തിന്നിട്ടാവും. ഇതങ്ങനെ നിസ്സാരായിട്ട് കണ്ട പ്രാഞ്ചേട്ട, അവൻ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തുട്ട് കാര്യം? നമ്മൾ വെച്ച പച്ചവെള്ളം കുടിച്ചിട്ടാണ് അവൻ അസുഖം വന്നതെന്നുള്ളത് അവൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതിയാ. വെള്ളം പരിശോധിക്കാതെ ആരുടെ അതൊക്കെ വിശ്വസിക്കുക? അതല്ലേ ഞാൻ പറഞ്ഞു തരണേ. ആ വെള്ളത്തിന്റെ സാമ്പിള് അവിടുന്ന് ആരോഗ്യവകുപ്പ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിണ്ടാ? പിന്നത്തെ പ്രശ്നം അതോടെ തീർന്നില്ലടാ അവന്റെ വാദം. ഇങ്ങനെ ശുദ്ധനാവല്ലോ പ്രാഞ്ചേട്ടാ. ഒന്നും കാണാണ്ട് ആ ശവി അങ്ങനെയൊക്കെ ചെയ്യോ? ഇങ്ങനെ സ്ഥിരമായിട്ട് കേസ് കൊടുത്ത ആൾക്കാരെ പ്രാന്താക്കല അവന്റെ പണി. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ വെള്ളത്തില് വിഷാംശം ഉണ്ട് പ്രാഞ്ചേട്ടാ. എങ്ങനെ? അവൻ തന്നെ ചെന്ന് കലക്കിണ്ടാവും. എന്നാ പിന്നെ പേടിക്കാനില്ല. പേടിക്കാനില്ല എന്നാ പ്രാഞ്ചേട്ടൻ മനഃപൂർവ്വം ആൾക്കാരെ കൊല്ലാനായിട്ട് വിഷം കളിക്കാന്നല്ല അവൻ വാദിക്കുക. അവൻ വാദിക്കട്ടാ, നമുക്ക് നോക്കാന്നേ. എങ്ങനെ? അതൊക്കെ ഉണ്ടാ, നീ ഇപ്പൊ എവിടേക്കാ? ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നല്ലേ. വണ്ടി കയറി. ഇപ്പൊ എന്തുട്ടാണ് ചെയ്യാ? എന്തായാലും ഇത്രയും മാനസിക സമ്മർദ്ദം ഉള്ളപ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്? അല്ല, അത് മറ്റൊന്നല്ല, ഞാൻ ചെയ്തത് സത്യം എന്നുള്ള കാര്യം എനിക്ക് അറിയാം. അപ്പോൾ സത്യത്തിനൊപ്പം ഈശ്വരനുണ്ട്. അപ്പോൾ അത് എത്ര വന്നാലും അതിൻ്റെ ഒരു പ്രതിഫലം കാണുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ ലോകത്തോട് പ്രാഞ്ചേട്ടന് എന്താണ് പറയാനുള്ളത്? വേറൊന്നല്ല, നമ്മളൊരു സമൂഹജീവിയാണ്. അപ്പോൾ നമുക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ട്. അതറിഞ്ഞ് നമ്മൾ ജീവിക്കുക, അത്ര മാത്രമേ എനിക്ക് ലോകത്തോട് പറയാനുള്ളൂ. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശരി, ഓക്കെ, ശരി ട്ടാ. അത് കഴിഞ്ഞടാ? അത് കഴിഞ്ഞു. ഇനി ആരെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടാ? 1-2 പത്രക്കാരും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ദാസ് നമുക്ക് ചെയ്തു തന്നത് വലിയ ഉപകാരമായില്ലേ?
കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കലക്കിയിരുന്നെങ്കിൽ അവൻ കാഞ്ഞു പോയനെ. മാത്രല്ല അവൻ കലക്കിയതിന് ശേഷം വേറെ ആരും വെള്ളം കുടിക്കാനും നന്നായി. അല്ലെങ്കിൽ അതിലെ വെള്ളം ആരും അങ്ങനെ കുടിക്കാറൊന്നുമില്ല. നല്ല വേനൽക്കാലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും വെള്ളം കുടിച്ച ആകെ പ്രശ്നമായപ്പോ. പ്രാഞ്ചേട്ടാ ഇനി ഇങ്ങനെയുള്ള പുലിവാലൊന്നും ചിന്തിച്ച് ആടരുത് കേട്ടോ. നീ എന്തുട്ടാ സൊസൈ പറഞ്ഞേ? ഇങ്ങനെ കുന്നംകുളത്ത് ഒരു മനുഷ്യൻ കുടിവെള്ളം നാട്ടുകാർക്ക് കുടിക്കാനായിട്ട് ഒരുക്കി വെച്ചതും അതിനൊരുത്തൻ മനഃപൂർവ്വം വിഷം കലക്കി ആ വീട്ടുകാരെ കൊടുക്കാൻ ശ്രമിച്ചതും ആ വീട്ടുകാരൻ, അതായത് ഈ പ്രാഞ്ചി സ്ഥാപിച്ച CCTV-യിൽ അവൻ വിഷം കലക്കണത് പതിഞ്ഞതും അങ്ങനെ പണി പാളിയതൊക്കെ ഇപ്പൊ വാർത്തയില്ലേ? എടാ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായോണ്ടാണ് ആൾക്കാർ ഇത് ഏറ്റെടുത്ത്. അതെ, അവൻ വിഷം കലക്കണ വീഡിയോ യൂട്യൂബിലും FB-യിലൊക്കെ വൈറലല്ലേ? പക്ഷേ പത്രക്കാര് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞാൽ പാണങ്ങാടൻ പ്രാഞ്ചി എന്ന വ്യക്തിയുടെ ഹൃദയവിശാലതയെ കുറിച്ചാവും സംസാരം എന്നാ. ഒരു സംശയം വേണ്ട, ആൾക്കാർ ചുമ്മാ പ്രസംഗിച്ച് നടക്കുന്നവരുണ്ട്, പക്ഷെ പ്രവൃത്തി ചെയ്യണവർ വളരെ കുറവാ. സംഗതി ഞാനൊരു വാർത്താ പ്രാധാന്യത്തിന് ചെയ്തതാണെങ്കിലും ഇത് സീരിയസ് ആയിട്ട് തന്നെ അങ്ങോട്ട് തുടർന്നാലോ എന്ന് ആലോചിക്കുക. മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞു വരുന്നേ? അടുത്ത കൊല്ലം വേനൽ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അത് സംശയിക്കണ്ട, ഈ കൊല്ലത്തേക്കാ കൂടുതലായിരിക്കും. ഇപ്പൊ തന്നെ മഴ ഉണ്ടോ? നമ്മുടെ പറമ്പിൽ ഒരു മഴക്കുഴി കുത്തിയിട്ട് വെള്ളം നിർത്തണം. 2 കൂജ വെള്ളം നമ്മുടെ രണ്ടാളുടെ കടയിലും വെക്കുക. അത് നല്ലൊരു കാര്യടാ. നമ്മളങ്ങനെ ചെയ്താണല്ലോ, പിന്നെ കുന്നംകുളത്തേര് മുഴുവൻ അത് കണ്ടിട്ട് അങ്ങനെ ചെയ്തോളും. അത് മാത്രല്ല, കുറച്ചധികം പാത്രങ്ങൾ മേടിച്ചിട്ട് മരക്കൊമ്പിലൊക്കെ അങ്ങനെ അങ്ങോട്ട് വെക്കുക. അതെന്തിനാ? ഈ കിളികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിട്ടേ. വേണം പ്രാഞ്ചേട്ടാ. സംഗതി അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നും ചെയ്തതല്ലെങ്കിലും ഇപ്പൊ തോന്നണു ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന്. അടുത്ത കൊല്ലം നമ്മുടെ വീട്ടിലും നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലും വെള്ളം വറ്റരുത്. ഇനി മുതല് വെള്ളം സൂക്ഷിച്ചങ്ങോട്ട് ഉപയോഗിക്കുക. ഒരു പക്ഷിമൃഗാദി പോലും വെള്ളം കിട്ടാതെ അങ്ങോട്ട് വലയരുത് അല്ലേ? അതെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ സംഭവങ്ങളായി മാറണേ. പ്രാഞ്ചി, ഇതില് നീ ഫേമസ് ആവും. അതെ, ഇത് ഫേമസ് ആവാനല്ല ചേച്ചി, മനസമാധാനത്തിന്. സത്യമായിട്ടും